ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നമ്മുടെ ഞങ്ങളിപ്പോൾ ആലപ്പുഴയിലാണ്. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് എറണാകുളം വരെ ഒന്ന് പോയിട്ട് വരാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ രാവിലെയായിരുന്നു പോയത്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ഉറങ്ങായിരുന്നു. പിന്നെ ഗൈസ്, ഞാൻ വീഡിയോ എടുത്ത് കുറേ സമയത്ത് മൈക്കൊക്കെ ഓഫായി പോയിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ അതൊക്കെ ശ്രദ്ധിക്കുന്ന വീഡിയോ അവസാനം കണ്ടപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിലൊക്കെ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തത് കുറച്ച് പേരൊക്കെ എറണാകുളം എത്തായപ്പോൾ കുറച്ച് പേരൊക്കെ ഇറങ്ങിപ്പോയി. അപ്പോൾ ആ സമയത്തായിരുന്നു ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ ഈ വീടെന്ന് പറഞ്ഞാൽ നാട്ടിലോട്ട് സാധനം കൊടുക്കാൻ വന്നു. അപ്പോൾ അത് ഒന്ന് കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിക്കുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അത്ര തന്നെ. അങ്ങനെ കുറേ സമയത്തിന് ശേഷം നമ്മുടെ ബസ്സിന് വന്ന് അങ്ങനെ എറണാകുളം എത്തി. അപ്പോൾ എറണാകുളത്ത് നമുക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഇത് വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ലൈക്ക് അടിക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇനി എറണാകുളത്തിലെ കാഴ്ച കാണാം. ഏതായാലും എറണാകുളത്തിട്ട് കാണാം. അവിടുത്തെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് അപ്പോൾ എന്തോ ഒരു ഹോട്ടൽ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഫുഡ് കഴിക്കുന്നവരായിട്ട് കാണാം. അപ്പം നമ്മൾ ബിരിയാണി ഉണ്ട്. നമ്മൾ ഇവിടുത്തെ റിവ്യൂ ഒക്കെ ഉണ്ടെന്നായിരുന്നു. പക്ഷേ നമുക്ക് ഭാഗ്യം ഉണ്ടായില്ല. ഇവിടെ നമ്മൾ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ മെനു ഒന്നും ആയില്ല. പിന്നെ ആദ്യം ചപ്പാത്തി പൊറോട്ട മാത്രമേ ഉള്ളൂ. അങ്ങനെ ചപ്പാത്തി പൊറോട്ട കഴിക്കാൻ വെച്ചു. അപ്പോൾ ചപ്പാത്തിയും അത് ഒരു കടലക്കാരൻ പറഞ്ഞു അങ്ങനത് വെച്ചിട്ടുണ്ടാവും. വെച്ചിട്ടുണ്ടാവും ഇവിടുത്തെ റിവ്യൂ ഒക്കെ ഉണ്ടെന്നായിരുന്നു. ഗൂഗിൾ മാപ്പിലെ റിവ്യൂ ഒക്കെ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം റിവ്യൂ ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കണ്ട് നമുക്ക് ഇവിടെ ഫുഡൊന്നും ആയില്ല. ആകെ ചപ്പാത്തിയും പൊറോട്ടയും മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്, പെരുമുണ്ട്, കഴിക്കാം. കുറച്ച് മധുരം എരിവും ഒക്കെ ജോലി ഉള്ളത് കഴിക്കാം. അപ്പോൾ ബാക്കി കഴിച്ചിട്ടാണ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ജ്യൂസ് കുടിക്കാനൊരു ആശയായി. അത് പിന്നെ ഒരു ജ്യൂസ് പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞ ജ്യൂസ് ഇല്ലായിരുന്നു. പിന്നെ അവർ പറഞ്ഞു ഓറഞ്ച് മതിയോ എന്ന് ചോദിച്ചു. മതിയെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഓറഞ്ച് ജ്യൂസ് കൊണ്ടുവന്ന് കുടിച്ചു നോക്കി. കുഴപ്പമില്ലായിരുന്നു, നല്ല ജ്യൂസായിരുന്നു. അപ്പം അങ്ങനെ അതും കുടിച്ച് അവസാനം
ഇപ്പോൾ ഇതുണ്ടോ, ഇത് ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് ആലപ്പുഴ ബസ്സിൽ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ പേയ്മെൻറ്റ് മോഡ് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം KSRTC ഒക്കെ ഓൺലൈൻ പേയ്മെൻറ്റിലൊക്കെയാണ്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് ഒരു സമയത്ത് നമ്മുടെ ചേഞ്ച് ഉണ്ടാകാം. അപ്പോൾ 500 ഉണ്ടായിരിക്കും. അപ്പോൾ ചേഞ്ചിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതിപ്പോൾ ചേഞ്ചിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് സ്കാൻ ചെയ്യുക, ആ എമൗണ്ട് പേ ചെയ്യുക, അത്രയല്ല. അപ്പോൾ അത് വളരെ ഉപകാരമുള്ള കാര്യമാണ് ഇഷ്ടപ്പെട്ട സംഭവം. കാരണം അത് എല്ലായിടത്തും ഓൺലൈൻ ആയിട്ട് ഓക്കെ. ഓൺലൈനിൻ്റെ ഒക്കെ ഓരോ പ്രശ്നമൊക്കെ ഉണ്ട്. ഒരു സമയത്ത് സർവ്വമായിട്ട് പോകണം, അങ്ങനത്തെ പ്രശ്നമില്ലാത്തതുകൊണ്ട് പോസിറ്റീവ് ഉണ്ടാകുമ്പോൾ നെഗറ്റീവ് ഉണ്ടാകും. എല്ലാ സംഭവത്തും അങ്ങനെ ഉണ്ടാകും. അപ്പം അങ്ങനെ ഞാൻ ഇന്നിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്താണ്. നാട്ടിലൊക്കെ സാധനം കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ അത് കൊടുത്തിട്ട് കഴിഞ്ഞ് അപ്പോൾ അതിനെക്കുറിച്ച് പോയതും അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് വിശ്വാസമൊക്കെ ഉണ്ടെന്ന് കാണാം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഇപ്പോൾ ആലപ്പുഴത്ത് പോകാൻ പോയാൽ അപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചി ബസ്സിൽ പോയി. അപ്പോൾ അവിടെ സ്റ്റാൻഡ് പോകുമ്പോൾ ഈ സമയത്ത് ചേച്ചി ബസ് സ്റ്റാൻഡിൽ പോകുമ്പോഴത്തേക്ക് ഈ സമയത്ത് ചേച്ചി ബസ് ഈ സമയത്താണ് ചേച്ചി ബസ് വേണ്ടത്. അങ്ങനെ വൈറ്റ് ലൈൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് പോയി വൈറ്റ് ലൈൻ പോയിട്ട് വീണ്ടും അവിടെ അടുത്ത ബസ്സുകൾ പോകാൻ തന്നെ ഇതായി. പിന്നെ സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ കയറി നമ്മളിങ്ങനെ ആലപ്പുഴ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്നതായിട്ടുള്ള കുറച്ച് വിഷ്വൽസ് ഒക്കെ കാണാം. അപ്പോൾ അങ്ങനെ കാണാം. ഓക്കെ. British Guard,